ഇതിൻ്റെ അകത്ത് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിട്ടുള്ള പാകപ്പഴയാണ് പ്രഖ്യാപിക്കപ്പെട്ട കോമ്പൻസേഷൻ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അവർ പറയുന്നത് നാഷണൽ ഹൈവേ കൊടുത്ത കോമ്പൻസേഷൻ കൊടുക്കാൻ കഴിയില്ല എന്നാണ്, അധികമാണെന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ വികസനം എവിടെയാണ്? ഈ പട്ടണത്തിലല്ല, തൊട്ടടുത്തുള്ള പ്രദേശങ്ങളാണ്. അതിൽപ്പെട്ട പ്രദേശമാണ് ഒളവണ്ണയും അതുപോലെ തന്നെ പെരുമണ്ണയും. അപ്പോൾ അവർക്ക് പ്രഖ്യാപിക്കപ്പെട്ട ആദ്യം കൊടുക്കാൻ തീരുമാനിച്ച കൊടുത്ത് ആ കോമ്പൻസേഷൻ നിർബന്ധമായും കൊടുത്തേ പറ്റൂ. ഒന്ന്, ആ കോമ്പൻസേഷൻ കൊടുക്കാൻ എടുക്കേണ്ട തീരുമാനം കോഴിക്കോട്ട് ആർബിട്രേഷനാണ്, ജില്ലാ ഭരണകൂടമാണ്. അത് തീരുമാനം അടിയന്തരം എടുക്കണം. അത് എടുക്കാനുള്ള മനസ്സ് ആദ്യം കാണിക്കണം. കാരണം ഇവിടെ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി. ഓരോ കടക്കകത്ത് നടത്തിയ ഇന്ത്യയുടെ ഡെക്കറേഷൻ എത്ര ലക്ഷം രൂപ വരും? അവർക്കിടുന്നത് 75,000 അവരെങ്ങോട്ട് പോകണം? ഈ രണ്ട് കാര്യങ്ങളിൽ സ്ഥലവും വീടും വിട്ടുകൊടുത്ത് നിരുപാധികം വിട്ടുകൊടുത്ത ആളുകളുടെ കാര്യത്തിൽ, അതുപോലെ കച്ചവടക്കാരുടെ കാര്യത്തിൽ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് കച്ചവടക്കാരുടെ കാര്യത്തിൽ പ്രത്യേക തീരുമാനമെടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ അംഗീകരിപ്പിക്കാൻ വേണ്ടിയുള്ള ശക്തമായ സമ്മർദ്ദവും സമരവും ഞങ്ങൾ ആരംഭിക്കും. അതെ, അല്ല, ജില്ലാ ഭരണകൂടം തീരുമാനം എടുക്കേണ്ടത്. ഇനി ആർബിട്രേഷനാണ് തീരുമാനം എടുക്കേണ്ടത്. ജില്ലാ കളക്ടറാണ് തീരുമാനം എടുക്കേണ്ടത്. ആർബിട്രേറ്റർ അദ്ദേഹമാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. ഈ ആനുകൂല്യം കിട്ടുന്നവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. മറ്റൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. പലയിടങ്ങളിലും ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് താങ്കൾ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കോഴിക്കോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കണ്ടേ? ഞാനല്ലോ പ്രഖ്യാപിക്കണം. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്നതാണ് തീരുമാനം. മനസ്സിലാക്കിക്കൊള്ളും. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിച്ചാൽ മാത്രമേ സ്ഥാനാർത്ഥി ഉണ്ടാവൂ. അല്ലാതെ ആർക്കെങ്കിലും സ്വയം പ്രഖ്യാപിക്കാൻ കഴിയില്ല. അല്ല, ഞങ്ങൾ കാണുന്നത് ഇതിനൊരു ഹൈക്കമാൻഡുണ്ട്. ഹൈക്കമാൻഡാണ് കാര്യങ്ങൾ പറയേണ്ടത്. അത് തീരുമാനം വരട്ടെ, അന്നേരം ആലോചിക്കാം. ഒന്നുമല്ല, ഞാൻ ഓരോ സ്ഥലത്തും ഓരോ രീതിയല്ലേ. ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മാത്രമേ എല്ലാവരും സ്ഥാനാർത്ഥികളാകും. കണ്ണൂരും ആലപ്പുഴയിലും ആരായിരുന്നു സ്ഥാനാർത്ഥി? പല പേരും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും.